ഇന്ത്യ അമേരിക്ക തീരുവ തർക്കത്തിൽ നിലപാട് മയപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ അമേരിക്കയുടെ മുഖ്യ പങ്കാളിയായി തുടരുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് ടോമി എപ്പിഗോട്ട് പ്രതികരിച്ചു. ഇന്ത്യയുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറെന്നും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അതിനെപ്പറ്റി വ്യക്തമാക്കി കഴിഞ്ഞെന്നും എപ്പിഗോട്ട് പ്രതികരിച്ചു. എന്നാൽ അമേരിക്കയുടെ ദേശീയ താൽപര്യവും ഇന്ത്യയുമായി അങ്ങനെയൊരു അകലം പാലിക്കാൻ കഴിയില്ല എന്നും വളരെ വ്യക്തമാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി ഇന്ത്യയും അമേരിക്കയും കൂടുതൽ അടുക്കുകയും ഒരുപാട് ഉടമ്പടികൾ ഒപ്പിട്ടിട്ടുള്ള സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുമുണ്ട്. ഇത് രണ്ട് ഭരണരംഗത്തും ഉള്ള ഉദ്യോഗസ്ഥർക്ക് നന്നായി അറിയുകയും ചെയ്യാം. കൂടാതെ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയ്ക്കെതിരെ അമേരിക്ക കാണുന്ന ഏറ്റവും തന്ത്രപരമായിട്ടുള്ള ഒരു പാർട്ണർ കൂടിയാണ് ഇന്ത്യ. സൈനിക തലത്തിൽ മറ്റൊരു രാജ്യത്തിനും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഇന്റലിജൻസ് ഇന്ത്യക്ക് മാത്രം ഷെയർ ചെയ്യുന്ന ഉടമ്പടികൾ അമേരിക്ക ഒപ്പുവെച്ചിട്ടുമുണ്ട്. ബഹിരാകാശ ദൗത്യം തുടങ്ങി ഒട്ടുമിക്ക കരാറുകൾ ഒപ്പുവെച്ചത് ഇപ്പോഴും മുന്നോട്ട് തന്നെ പോവുകയാണ്. രണ്ട് ഭരണത്തലവന്മാർ തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായാൽ ഇതൊന്നും ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഒരു വശത്ത് ഭീഷണിയും തീരുവ മുന്നറിയിപ്പും നടക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടെ യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് പുടിൻ കൂടിക്കാഴ്ച 15-ന് ചേരും. ഇതുമായി ബന്ധപ്പെട്ട് സമാധാന കരാർ ഒരുങ്ങുന്നതായാണ് വിവരം. അതേസമയം US-ന്റെ തീരുവ ഭീഷണി നേരിടാൻ ബദൽ മാർഗങ്ങൾ തേടി ഇന്ത്യ. ഗൾഫ് രാജ്യങ്ങളുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കാനാണ് പദ്ധതിയെന്ന് വാണിജ്യ മന്ത്രി വ്യക്തമാക്കി. പുടിനും ട്രംപും തമ്മിൽ 15-നാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾ നടക്കും. രണ്ട് പ്രവിശ്യകൾ റഷ്യക്ക് വിട്ടുകൊടുത്തുള്ള സമാധാന കരാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളും ഉണ്ട്. 4 യുക്രൈൻ പ്രവിശ്യകളാണ് പുടിൻ ആവശ്യപ്പെടുന്നത്: ലുഹാൻസ്ക്, ഡൊണേറ്റ്സ്ക്, സ്പൊറീഷ്യ, ഖേഴ്സൺ. ഇതിനു പുറമെ 2014-ൽ പിടിച്ചെടുത്ത ക്രിമിയയും യുക്രൈനിന്റെ 5-1 വിട്ടുകൊടുത്തുള്ള കരാറിന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തയ്യാറല്ല. ഈ സാഹചര്യത്തിൽ ഖേഴ്സൺ, സ്പൊറീഷ്യ എന്നീ പ്രവിശ്യകളിൽ നിന്നും റഷ്യ സൈന്യത്തെ പിൻവലിച്ച് ധാരണയ്ക്ക് ശ്രമിക്കുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം റഷ്യയുമായുള്ള എണ്ണ വ്യാപാരത്തിന്റെ പേരിൽ US തീരുവ നേരിടുന്ന കൂടുതൽ രാജ്യങ്ങളുമായി വ്യാപാര കരാറിന് ശ്രമിക്കുകയാണ്. ഇന്ത്യ, UAE, മൗറീഷ്യസ്, ഓസ്ട്രേലിയ, യൂറോപ്യൻ യൂണിയൻ, പെറു, ചിലെ തുടങ്ങിയ രാജ്യങ്ങളുമായും വ്യാപാര കരാർ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന് പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഇതോടെ US-ന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് അടിവരയിടുകയാണ് ഇന്ത്യ. തീരുവ ഭീഷണി നേരിടുന്ന മറ്റു രാജ്യങ്ങളുമായി കൈകോർക്കാനുള്ള ശ്രമങ്ങളും സജീവമാണ്. US വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ മാത്രം ചർച്ചകൾ തുടരാനാണ് തീരുമാനം. പാകിസ്ഥാനുമായി US കൂടുതൽ അടുക്കുന്നത് കൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു നീക്കം. US തീരുവ താൽക്കാലികമായി പ്രതിസന്ധി സൃഷ്ടിച്ചാലും ഭാവിയിൽ അത് മറികടക്കാമെന്നും ഇന്ത്യ കരുതുന്നു.